ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ. അതായത് ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു മറുപടി അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സ്റ്റിച്ചിങ് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് എൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുമ്പോൾ അവർ ഓരോ അളവുകൾ, ഒരു കൃത്യമായ അളവുകളൊക്കെ എടുത്തിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കാറ്. പക്ഷേ എന്നെക്കൊണ്ട് അങ്ങനെ അവർ പറയുന്ന അളവനുസരിച്ചൊന്നും അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പോയി പഠിച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എനിക്കത് മനസ്സിലാവാതെ വരുമ്പം ഞാനതങ്ങ് നിർത്തും. അഥവാ പഠിച്ച് കംപ്ലീറ്റ് ആക്കിയാലും ശരിയായിട്ട് എനിക്ക് കലങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കോഴ്സോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഒരു കോഴ്സോ അളവോ ഒന്നും വെച്ചിട്ടല്ല ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചത്. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചെടുത്തത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയണമെങ്കിൽ കുറച്ച് സമയം വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ സ്റ്റിച്ചിങ് പഠനം ആദ്യം മുതൽക്കെന്ന് പറയാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കേട്ടോ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ ഒരു ഷോള് എടുത്തിട്ട് ഞാൻ വീട്ടിലിടുന്ന ഒരു ടോപ്പ് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ചോക്ക് പീസ് കൊണ്ട് വരച്ചെടുത്തിട്ട് അത് പഴയ ഒരു ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് സൂചിയും നൂലും ഉപയോഗിച്ച് തുന്നിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വീട്ടിലിട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലോ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് കുഞ്ഞമ്മയായിരുന്നു. നന്നായിട്ടുണ്ട്, എനിക്കൊരു സ്റ്റിച്ചിങ് ഭാവിയുണ്ട്, ഇത് പഠിക്കണം എന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 10ാം ക്ലാസ് കഴിയുന്ന സമയം, 10ാം ക്ലാസ് എക്സാം എഴുതി വീട്ടിൽ നിൽക്കുന്ന സമയം എന്നെ ഒരു സ്റ്റിച്ചിങ് പഠിക്കാനായിട്ടൊരു വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മാസം 200 രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ഫീസെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഞാൻ ആഴ്ചയിൽ 3 ദിവസം വീതം സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി ഏതാണ്ട് ഒരു മാസത്തോളം ക്രോസ് പീസ് വെട്ടാനും, അപ്പോൾ തുടക്കം മുതൽക്കാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാൻറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും പിന്നെ ബറ്റിക്കോട്ട് സ്റ്റിച്ച് ചെയ്യാനും ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് തുടങ്ങിയത്. പക്ഷെ അതിനൊരു അവസാനം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഡെയിലി ഞാനിങ്ങനെ പോകുന്നു, പഠിക്കുന്നു, വരുന്നു. കൈത്തുന്നൽ വെച്ചിട്ട് ഇങ്ങനെ അവസാനം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെറ്റിക്കോട്ട് മാത്രമാണ് ശരിക്കും ഞാനൊന്ന് പഠിച്ചത്. അതും കറക്റ്റ് മെഷർമെൻ്റൊന്നും എനിക്ക് അന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രില്ലൊക്കെ എടുക്കുമ്പോൾ ഇത്ര അളവ് വേണമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 1.5 മാസത്തോളം പോയിട്ട് പിന്നെ ഞാനതങ്ങ് നിർത്തി സംഭവം. പിന്നെ എനിക്ക് ശരിക്കും പഠിക്കേണ്ടത് ചുരിദാറും ബ്ലൗസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ചെന്ന ഉടനെ അവർ ഫുള്ളും പഠിപ്പിക്കില്ലല്ലോ. തുടക്കം ഇതുപോലത്തെ ബേസ് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് തന്ന ശേഷം മാത്രമായിരിക്കാം അടുത്ത പുതിയ നല്ല ഡ്രസ്സിലോട്ടൊക്കെ വരിക. എന്തായാലും അത്രയും കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നും എനിക്കുണ്ടായില്ല. സംഭവം ഞാനൊരു 1.5 മാസമായപ്പോൾ അതങ്ങ് നിർത്തി. പിന്നെ ഞാൻ ITI കോഴ്സിന് പോയി പഠിച്ചു. അപ്പോൾ അതിനിടയിൽ വെച്ച് എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് മോഹം തോന്നാറുണ്ട്. എങ്കിലും ഞാൻ വീട്ടിലെ പഴയ ഡ്രസ്സൊക്കെ അഴിച്ചെടുത്തിട്ട്, പഴയ ടോപ്പൊക്കെ അഴിച്ചെടുത്തിട്ട് അമ്മയുടെ സാരിയോ പഴയ നൈറ്റിയോ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഈ അഴിച്ചെടുത്ത പീസ് വെച്ച് അതേപോലെ വെട്ടിയെടുക്കും. എന്നിട്ട് ഞാൻ കൈത്തുന്നൽ വെച്ചിട്ടൊക്കെ തയ്ച്ച് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കണ്ടിട്ടാവണം അച്ഛൻ എനിക്കൊരു മെഷീൻ വാങ്ങിത്തന്നു. പണ്ടൊക്കെ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് മെഷീൻ വാങ്ങുമല്ലോ, അങ്ങനെ ഒരു മെഷീൻ, എനിക്ക് തയ്യൽ മെഷീൻ വാങ്ങിത്തന്നു. അങ്ങനെ എൻ്റെ മെഷീൻ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ കീറിയ തുണികളൊക്കെ തയ്ക്കുകയും പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ അളവ് വെച്ച് തയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തയ്ക്കുന്നതൊക്കെ കൈത്തുന്നലിന് പകരം ഈ മെഷീൻ ഉപയോഗിച്ച് തയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്വന്തം ഡ്രസ്സുകളൊക്കെ ഞാൻ തയ്ക്കും. അപ്പോൾ ആകെ ഉള്ളൊരു നെക്ക് എന്ന് പറയുന്നത് റൗണ്ടും സ്ക്വയറും മാത്രമേ എനിക്ക് അറിയാവുള്ളൂ കേട്ടോ. വേറൊന്നും എനിക്കറിയില്ല. സ്ക്വയർ തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് തയ്ക്കുന്നത്. റൗണ്ടൊക്കെ തയ്ച്ചാലും അത്രയ്ക്ക് റൗണ്ടായിട്ടൊന്നും വരില്ല. എന്നാലും എൻ്റെ ഡ്രസ്സായതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലല്ലോ, ഞാൻ തന്നെ അങ്ങനെ തയ്ച്ചു പോയി. അങ്ങനെ ഇരുന്ന സമയം 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ITI പഠിച്ച ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനൊരു സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് വീണ്ടും ആഗ്രഹമുണ്ടായി കേട്ടോ. അങ്ങനത്തെ ആ ഒരു ആഗ്രഹത്തിനിടയ്ക്കാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാനായിട്ട് ചേർന്നത്. അപ്പോൾ ആദ്യം ഫാബ്രിക് പെയിൻറ്റിങ്ങും അതുപോലെ എംബ്രോയ്ഡറിയൊക്കെ പഠിപ്പിക്കൂ എന്നുള്ളൊരു ബോർഡ് കണ്ടിട്ട്, അതായത് പത്രത്തിൽ വന്നിട്ടുള്ളൊരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട്
അവിടെ ചേർന്നത്. അപ്പോൾ ആദ്യം ചേർന്ന് ഞാൻ ഫാബ്രിക് പെയിൻറ്റിങ് പഠിച്ചു എങ്കിലും പിന്നീട് ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിലോട്ട് ചേരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ 1 ഇയർ കോഴ്സാണ്. അതിനുള്ളിൽ ഇതെല്ലാം വരുന്നുണ്ട്. പാറ്റേൺ മേക്കിംഗ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 41 തരം ഡ്രസ്സുകൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. എംബ്രോയ്ഡറി, ഹാൻഡ് എംബ്രോയ്ഡറി, മെഷീൻ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓരോ കോഴ്സായിട്ട് പഠിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഈ ഒരൊറ്റ കോഴ്സിന് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സിനായിപ്പോൾ ജോയിൻ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് കൂടുതലും എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് സ്റ്റിച്ചിങ്ങിനേക്കാളേറെ ഈ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനാണ് കേട്ടോ. നെക്കിലൊക്കെ എംബ്രോയ്ഡറി ചെയ്യാനും ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഈ ഒരു പഠിത്തത്തിൻ്റെ ഇടയിൽ തന്നെ വീട്ടിലുള്ള ഡ്രസ്സുകളിലും ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം അളവുകളൊക്കെ അവർ പറയുന്ന അളവുകളൊന്നും എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് പറ്റിയിരുന്നില്ല. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഈ കൈക്കുഴിയൊക്കെ അളവെടുക്കുമ്പോഴും പ്ലീറ്റ്സിൻ്റെ അളവെടുക്കുമ്പോഴും ബോഡി മെഷർമെൻറ്റ് ഇത്ര ലൂസ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഒരുവിധം ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു അറിവ് വെച്ച് ഞാൻ പുറത്തും ചെറിയ രീതിയിൽ തയ്ച്ച് തുടങ്ങി. വളരെ ചെറിയ രീതിയിൽ ചുറ്റുവട്ടത്തുള്ള 1-2 പേർക്കൊക്കെ തയ്ച്ച് തുടങ്ങി. പിന്നെ ആ ഒരു സമയം എത്തിയപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. വളരെ നേരത്തെ കല്യാണം കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പോഴും ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത് കേട്ടോ. ഒരുവിധം പറ്റുന്ന രീതിയിലുള്ള മോഡലൊക്കെ വെച്ചിട്ട് എൻ്റെ സ്വന്തം ഡ്രസ്സല്ലേ, അപ്പോൾ എനിക്ക് പേടിക്കണ്ടല്ലോ എന്ന് കരുതി എന്തെങ്കിലും മോഡലൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ ചുരിദാറും ബ്ലൗസും ഒക്കെ ഞാൻ തന്നെ തയ്ച്ചു പോകും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ ഒരു സമയത്ത് പുറത്ത് നിന്ന് ഞാൻ അവിടെയും ചുറ്റുവട്ടത്തുള്ളവരുടെയൊക്കെ തയ്യലുകളൊക്കെ എടുത്ത് തുടങ്ങി, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് ആണ് ഞാൻ അറിയുന്നത് നമ്മുടെ വിമൻസ് കോളേജിൽ, ട്രിവാൻഡ്രം വിമൻസ് കോളേജിനുള്ളിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ സബ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ, അതായത് ചുരിദാറാണെങ്കിൽ ചുരിദാർ, അതുപോലെ തന്നെ എന്ത് ഡ്രസ്സും നമുക്കങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചേർന്ന് ചുരിദാറും ബ്ലൗസും സെപ്പറേറ്റ് പഠിച്ചു. അപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടെ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടിയെങ്കിലും ഈ അളവ് എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതെനിക്കിപ്പോഴും കൃത്യമായി ആ ഒരു അവർ പറയുന്ന രീതിയിൽ ഇത്ര ലൂസ് അങ്ങനെയൊക്കെ അല്ല ഞാൻ അളവെടുത്ത് തയ്ക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം ചുരിദാറും ബ്ലൗസും പഠിച്ചു. പിന്നീട് ഞാൻ ചിക്കൻ വർക്ക്, ഹാൻഡ് എംബ്രോയ്ഡറി, അങ്ങനത്തെ പെയിൻറ്റിങ്, മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചു. പിന്നെ ടോയ് മേക്കിംഗ്, ഫ്ലവർ മേക്കിംഗ്, സോപ്പ് ഉണ്ടാക്കാൻ പഠിച്ചു, പേപ്പർ ക്യാരി ബാഗ്, ഇങ്ങനെ കണ്ണിൽ കണ്ട കോഴ്സുകളെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പഠിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരിടയ്ക്ക് അർച്ചന അക്കാഡമി പ്രിൻറ്റിങ്, ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ് പഠിച്ചു. ഇങ്ങനെ ഒത്തിരി കോഴ്സുകളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടൊരു ബിസിനസ്സോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇതെല്ലാം ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ഒരുപാട് സാഹചര്യങ്ങൾ മോശമായിരുന്നു കേട്ടോ. എൻ്റെ സാഹചര്യങ്ങളൊന്നും അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തയ്യൽ എന്ന് പറയുന്നൊരു മേഖലയിലേക്ക് കുറേ നാൾ ഒതുങ്ങിക്കൂടി. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ അങ്ങ് തുടങ്ങി. അപ്പോൾ ശരിക്കും ഞാൻ സ്റ്റിച്ചിങ് എന്താണെന്ന് പഠിക്കുന്നത് ഈ ഡ്രസ്സുകൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ. ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലതൊക്കെ അബദ്ധം പറ്റും. ഒരുവിധം ആൾക്കാർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാലും ചിലതൊക്കെ അബദ്ധം പറ്റുമായിരുന്നു. പിന്നെ ഒരുപാട് ചീത്തയൊന്നും കേൾക്കേണ്ടി വന്നിട്ടില്ല. എങ്കിൽ കൂടിയും ചിലതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കാര്യമാക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് പഠിച്ചത്. ഒരുപാട് ഡ്രസ്സുകൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വശം മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണ് ശരിക്കും നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു വരിക. എല്ലാവരും അല്ല, ചില ആൾക്കാർക്ക് എന്നെപ്പോലെ ഈ കണക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത ആൾക്കാർക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്താണ് മനസ്സിലായി വരിക. പിന്നെ മെയിനായിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സുകൾ കുറച്ച് മോഡലിൽ തയ്ച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തെ സീരിയൽസിലൊക്കെ ചില സീരിയൽ നടിമാരൊക്കെ ഇട്ടേക്കുന്ന നെക്കിൻ്റെ മോഡൽസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ട് തുടങ്ങിയപ്പോൾ ആൾക്കാരിത് കണ്ടിട്ട് ഇത് കൊള്ളാമല്ലോ, ഇതുപോലെ തയ്ച്ച് തരുമോ, എത്രയാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പുറത്തെ റേറ്റിനേക്കാളും കുറച്ച് റേറ്റ് കുറച്ച് തയ്ച്ചു കൊടുക്കുമ്പോൾ ആൾക്കാർ നമ്മളടുത്ത് കൊണ്ടുവരും.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരുവിധം സ്റ്റിച്ചിങ്ങിൻ്റെ ഏതാണ്ട് കാര്യങ്ങളെല്ലാം പഠിച്ചത്. അങ്ങനെ പുറത്ത് തയ്ച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം കുറേ നാൾ ഞാനങ്ങനെ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ എൻഗേജ്മെൻറ്റ് വർക്ക്, അതുപോലെ തന്നെ കല്യാണ വർക്കൊക്കെ വരും. എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വർക്കൊക്കെ വരും. അതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ലൊരു പോക്കറ്റ് മണി എനിക്കതിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റിയിട്ടുണ്ട് കേട്ടോ. പോക്കറ്റ് മണി സമ്പാദ്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എല്ലാം ചിലവ് തന്നെയാണ് ചിലവ്. എന്നാലും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൈസ അതിൽ നിന്ന് കിട്ടുമായിരുന്നു. അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പിന്നെ ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരിടയ്ക്ക് വെച്ച് എൻ്റെ തയ്യൽ ഉപേക്ഷിക്കേണ്ടി വന്നു കേട്ടോ. അത് പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായി. മാത്രമല്ല എനിക്ക് ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊടി അലർജി, ശ്വാസം മുട്ടൽ, PCOD കാരണം വണ്ണം വെച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടലും ആകെ പ്രശ്നമായി. അപ്പം ഞാൻ മെയിനായിട്ട് ഈ സ്റ്റിച്ചിങ് അങ്ങ് നിർത്തി വെച്ചു. പിന്നെ സ്റ്റിച്ചിങ് നിർത്താൻ അതിനേക്കാൾ വലിയൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ കൂടുതലും തരുന്നത്. വളരെ മാന്യമായിട്ട് വളരെ സത്യസന്ധമായിട്ട് ഡ്രസ്സ് കൊണ്ട് തന്ന് തയ്ച്ച് ക്യാഷ് തന്നിട്ട് പോകുന്നവർ ഒരുപാടുണ്ട് കേട്ടോ. അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. അവർ നമ്മളെ മാക്സിമം പിഴിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ക്യാഷ് അവർ ഇപ്പോഴും തരാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ എമൗണ്ടല്ല, കുറച്ച് വലിയ എമൗണ്ടുകളാവുമ്പോൾ ഞാൻ ചോദിക്കും, അന്നത്തെ സ്റ്റിച്ചിങ് റേറ്റ് തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആൾക്കാർക്ക് നമ്മളോട് മിണ്ടാൻ തന്നെ പേടി. അവർ തന്നെ വേറെ തുണിയെടുത്ത് മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കൊടുത്ത് തയ്പ്പിക്കും, നമ്മുടെ അടുത്ത് വരാൻ മടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ചു, വേണ്ട, ആരെയും പിണക്കണ്ട, വേണ്ട. നമ്മൾ ക്യാഷ് ചോദിക്കുമ്പോഴാണല്ലോ ആൾക്കാർക്ക് ദേഷ്യം എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ ഞാനങ്ങ് ശരിക്കും അങ്ങ് ഒഴിവാക്കി. ഞാൻ തയ്ക്കുന്നില്ല എന്ന് തന്നെ അവരോട് പറഞ്ഞു. എന്നിട്ട് കൃത്യമായി ക്യാഷ് തരുന്നവരെന്ന് മാത്രം വാങ്ങി തയ്ച്ചു തുടങ്ങി. അപ്പം ശരിക്കും ചില ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരെയും നിന്ന് വാങ്ങാത്തതാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ പിന്നെ അവർ ഇങ്ങോട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കൃത്യമായി പൈസ തരുന്ന ആൾക്കാരുടെ നിന്ന് മാത്രം നമുക്ക് തേടിപ്പിടിച്ച് വാങ്ങാനും പറ്റില്ല കേട്ടോ. ചിലപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് തോന്നും ഇപ്പം തരണ്ട, പിന്നെ തരാം എന്ന്. പക്ഷേ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടാക്കി ആ ഒരു പ്രശ്നം. അതുകൊണ്ടും പിന്നെ ഈ ഒരു ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ കൊണ്ടും പിന്നെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ സ്റ്റിച്ചിങ് നിർത്തി കുറച്ച് നാൾ ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആദ്യം തുടങ്ങിയൊന്നും വലിയ രീതിയിലൊന്നും വിജയിച്ചൊന്നും വന്നില്ല. അങ്ങനെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓൺലൈൻ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പേജ് തുടങ്ങിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒഴിവാക്കാം. അതായത് ഈ കസ്റ്റമർ ആരാണെന്ന് നമ്മൾ അറിയുന്നില്ല. കസ്റ്റമർ നമുക്ക് പേ ചെയ്ത് തന്നാൽ മാത്രം നമുക്ക് ആ ഡ്രസ്സ് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എനിക്ക് അതെന്തായാലും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് നേരിട്ട് പൈസ തരുമോ, ഇന്ന് തരുമോ, നാളെ തരുമോ എന്ന് ചോദിക്കേണ്ടല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ സത്യസന്ധത നമ്മൾ കറക്റ്റായിട്ട് അവർക്ക് സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് സമയത്ത് അയച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഫസ്റ്റ് ഒരു ഓൺലൈൻ ഷോപ്പ്, ഒരു ഫേസ്ബുക്ക് പേജായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ച് നാൾ കൊണ്ടുപോയി. അപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് അത് നിർത്തി വെക്കേണ്ടി വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതെ ഞാൻ വീണ്ടും വാസുകി കമലം എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഇൻസ്റ്റയിൽ സ്റ്റാർട്ട് ചെയ്തു. വലിയ റീച്ചൊന്നും ആയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലും പ്രശ്നങ്ങളും ഒന്നുമില്ല. ഫാമിലി പരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ തുടങ്ങിയ ഒരു പേജാണ് വാസുകി കമലം. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ തന്നെ ഡിസൈനുകൾ എന്തെങ്കിലും ചെയ്ത് ആ ഒരു പേജിലേക്ക് ഇട്ട് ആണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആൾക്കാർ അവരുടെ റെഫറൻസ് പിക്ചർ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ വാട്സപ്പിലും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടാറുണ്ട് കേട്ടോ. ഏതെങ്കിലും പേജിൽ നിന്നൊക്കെ കിട്ടുന്ന ഫോട്ടോസ്, അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഡ്രസ്സൊക്കെ സ്റ്റാറ്റസ് ഇടും. അത് കണ്ടിട്ട് ആൾക്കാർ അവരുടെ അളവനുസരിച്ച് തയ്ക്കാനായിട്ട് പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ തയ്ച്ച് കൊറിയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ യാതൊരു ബന്ധവും നമ്മൾ ഈ ഒരു കസ്റ്റമറുമായിട്ട് ഉണ്ടാകുന്നില്ല. നമ്മൾ തുണി എടുക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകേണ്ടതില്ല. നമ്മൾ തന്നെ ഡ്രസ്സ് കളക്ട് ചെയ്ത് നമ്മൾ തന്നെ തയ്ച്ചു കൊടുക്കും. അങ്ങനെ തയ്ച്ചാണ് ഇപ്പോൾ ശരിക്കും
സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡ്രസ്സ് എനിക്ക് സംശയമില്ലാണ്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിന് വേണ്ടി സ്പെഷ്യലായിട്ടൊരു കോഴ്സിന് പോയി ആ ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചു അവരുടെ ആ ഒരു അറിവ് കൊണ്ട് മാത്രം, അവർ പറഞ്ഞു തന്ന അറിവ് കൊണ്ട് മാത്രമല്ല ഞാനിങ്ങനൊരു സ്റ്റിച്ചിങ് പഠിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തയ്ക്കുക. പ്രധാനമായിട്ടും നിങ്ങൾ തയ്ച്ച് പഠിക്കുമ്പോൾ ആ തയ്ക്കുന്ന തുണി എന്ന് പറയുന്നത് കോട്ടൺ തുണി തന്നെ എടുക്കുക കേട്ടോ. പഴയ സാരി ആയാലും കുഴപ്പമൊന്നുമില്ല, ഷോളോ സാരിയോ എന്തായാലും നമ്മൾ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുക്കത്തിൽ കിട്ടുന്ന തുണി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ തയ്ച്ച് പഠിക്കുക. അതിൽ തയ്ച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് തുണിയും പഠിക്കാം. അപ്പോൾ ആദ്യമൊക്കെ മിസ്റ്റേക്ക് വരും, അതനുസരിച്ച് തയ്ച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡിസൈനും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള ഒരു രീതി കൃത്യമായ ഞാൻ എടുക്കുന്ന അളവും ആ ഒരു രീതി അനുസരിച്ച് ഞാനിനി കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റിച്ചിങ് ജേണി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ പറയാവുന്നതാണ്. പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.